കോഴിക്കോട് നെല്ലിക്കോട് മണ്ണിടിഞ്ഞ അപകടത്തിൽ ഒരു മരണം. മരിച്ച പശ്ചിമബംഗാൾ സ്വദേശിയുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. മണ്ണിനടിയിൽ കുടുങ്ങിയ 2 പേരെ രക്ഷപ്പെടുത്തി. നഗരത്തോട് ചേർന്ന ബൈപ്പാസിൽ പുതിയ 6 വരിപ്പാതയ്ക്ക് സമീപം സ്വകാര്യ ഫ്ളാറ്റിൻ്റെ നിർമ്മാണ പ്രദേശത്താണ് അപകടമുണ്ടായത്. മണ്ണിടിഞ്ഞ് തൊഴിലാളികളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. ഞങ്ങളിത് ഇവിടെ പ്രതികരിക്കാൻ തുടങ്ങിയിട്ട് ഇവര് ഏത് ഭാഗത്തുനിന്ന് നോക്കുന്നില്ല. ഇവര് അവിടെ വരിക, മണ്ണെടുക്കുക, പോകുന്നതായിട്ട് ആദ്യം മറിച്ചിട്ട് 1.5 മീറ്റർ വിട്ട് മണ്ണെടുത്ത്, അതിനുശേഷം മണ്ണൊക്കെ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ അടുപ്പിച്ച് മണ്ണെടുത്ത്. അപ്പൊ ഈ ഷീറ്റ് മറിച്ചതിനെ കൊണ്ട് ആർക്കും ഇതിന്റെ ഉള്ളിലേക്ക് കാണൂല. ഇവിടെ വെച്ചാൽ പൂട്ടി അതും കയറ്റി വെക്കും. 1.5 മീറ്റർ വിട്ടിട്ട് മണ്ണെടുത്ത്. അപ്പൊ ഞങ്ങൾ വിചാരിച്ച് അങ്ങനെയല്ലേ എടുക്കുന്നുള്ളൂ. പിന്നെ ഇവര് ഷീറ്റ് കെട്ടി കംപ്ലീറ്റ് മറിച്ച്, ഒരു പഴുതുപോലും ഇല്ല ഞങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കാൻ. അങ്ങനെ മറിച്ചിട്ട് ഇവര് പിന്നെയും മണ്ണെടുക്കാൻ തുടങ്ങി. പിന്നെ അതിന്റെ അടുപ്പിച്ച് ഇവര് മണ്ണെടുക്കാൻ തുടങ്ങി കംപ്ലീറ്റ്. അന്നപ്പോഴേ ഞങ്ങൾ പറയുന്നുണ്ട്. ഞാനിത് ഈ 2 ദിവസം മുന്നേ കൂടെ ഇവിടുത്തെ എഞ്ചിനീയർമാരെ അവിടെ കണ്ട ഒരു ചെറിയൊരു ഇടിച്ചിൽ ആദ്യം ഇടിഞ്ഞ്, ഒരേ മീറ്റർ ബോർഡ് ഉണ്ട് അവിടെ ചെറിയൊരു ഇടിച്ചിൽ ഇടിഞ്ഞ്. അപ്പൊ ഞാൻ ഓരോ അവിടെ കണ്ടപ്പോൾ ഞാൻ അന്നേരം ഓരോട് ഞാൻ പറഞ്ഞു ഇത് കണ്ടില്ല നിങ്ങൾ, ആ വീട്ടിൽ ചെറിയൊരു കുട്ടിയൊക്കെ ഉള്ള വീടാണത്, ഇങ്ങനെ ഇടിഞ്ഞ് വീണൊക്കെയാണെങ്കിൽ ആ വീടടക്കം താഴെ എത്തൂലേന്ന് ഇവിടുത്തെ എഞ്ചിനീയർമാരോട് ഞാൻ ചോദിച്ചതാണ്. അപ്പൊ ഒന്നും ഒരു മറുപടിയും പറയില്ല. എന്ത് പറഞ്ഞാലും ഒരു കേട്ടിക്കുക, ഒരതിന് മറുപടി പറയില്ല. ഒച്ചേക്കുമ്പോ വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങും. ഞങ്ങൾക്ക് പേടിയില്ല. ലൈനൊക്കെ അങ്ങനെ കൂട്ടി തൊട്ട് കത്തുക. അന്നപ്പോ മനസ്സിലായി 2 കല്ല് വീണതാണ്. അങ്ങനെയാ പറഞ്ഞത്. അവർക്ക് തീരെ ഒരു ഇതില്ല. എന്ത് പറഞ്ഞ എത്ര ആൾക്കാർ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയാ അറിയാം. അവർക്ക് യാതൊരു മൈൻഡും ഇല്ല. അതാണ് ആളുകളുടെ പ്രതികരണം. എന്തായാലും രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിൽ വീണ്ടും മണ്ണിടിഞ്ഞ ദൃശ്യമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടത്. ഭയപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് അവിടെയുള്ളത്. നാട്ടുകാർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള മണ്ണെടുപ്പാണ് നടന്നത്. എല്ലാ സുരക്ഷാ ക്രമീകരണം മറികടന്നുകൊണ്ട് അതിൻ്റെ ദൃശ്യങ്ങളാണ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും ഒരു മരണം സ്ഥിരീകരിക്കുന്നു. അയാളെ ജീവനോടെ പുറത്തെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തെ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പരിശോധനകളോ മറ്റോ ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ടോ? അങ്ങേയറ്റം അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നിരുന്നതെന്ന് നാട്ടുകാർ നേരത്തെ തന്നെ പരാതി പറഞ്ഞിരുന്നു. പലവട്ടം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി കളക്ടർക്കടക്കം പരാതി നൽകിയിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ നിർമ്മാണം നടക്കുന്ന ഫ്ളാറ്റിന്റെ ഒരു വശം, ആ ഭാഗത്തെ മണ്ണ് പൂർണ്ണമായി എടുത്തു നീക്കുകയും അവിടെ സംരക്ഷണ ഭിത്തി ഇല്ലാത്ത അവസ്ഥയിൽ, അതായത് മണ്ണ് ഏത് നിമിഷവും താഴേക്ക് വീഴാവുന്ന തരത്തിൽ സ്ഥിതി ചെയ്യുകയുമായിരുന്നു. ആദ്യഘട്ടത്തിൽ നാട്ടുകാർ എതിർപ്പുമായി വന്നപ്പോൾ അത് കാര്യമായ മണ്ണെടുക്കുന്നില്ല എന്ന് പറയുകയും പിന്നീട് ടാർപോളിൻ പായകൾ ഇട്ടത് മൂടി അതിന്റെ പിൻവശത്താണ് പിന്നീട് ഈ മണ്ണെടുക്കൽ നടപടിക്രമങ്ങൾ നടന്ന് വന്നിരുന്നത്. എന്തായാലും അത് അങ്ങേയറ്റം അപകടകരമായ സ്ഥിതിയിലാണ് എന്ന് കഴിഞ്ഞ ദിവസം പോലും നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നുവെന്നും പറയുന്നു. ഫ്ളാറ്റിന്റെ നിർമ്മാണത്തിനായി പൈലിംഗ് ജോലികൾ നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ് ഈ മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. 3 തൊഴിലാളികൾ, പശ്ചിമബംഗാൾ സ്വദേശികളായ 3 പേരായിരുന്നു അപകടത്തിൽ പെട്ടത്. 2 പേരെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു. പക്ഷേ മൂന്നാമൻ ഈ മണ്ണിനുള്ളിൽ പൂർണ്ണമായും കുരുങ്ങിക്കിടക്കുകയായിരുന്നു. അവിടെ ഫയർഫോഴ്സും പോലീസും ഒക്കെ എത്തി തെരച്ചിൽ നടത്തി. നാട്ടുകാരുടെയൊക്കെ സാന്നിധ്യത്തിൽ തെരച്ചിൽ നടത്തിയെങ്കിലും അദ്ദേഹത്തെ ജീവനോടെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പിന്നീടാണ് അദ്ദേഹത്തെ മണ്ണിൽ നിന്നും പുറത്തെടുത്ത് ഏതാണ്ട് 1.5 മണിക്കൂറിനധികം അദ്ദേഹം ഇടിഞ്ഞു വീണ മൺകൂനയ്ക്കുള്ളിൽ കഴിയുകയായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്തും പൈലിങ്ങുകൾ ചെയ്യുന്നതിന്റെ ഭാഗമായുള്ള ഇരുമ്പ് കമ്പികളും മറ്റുമൊക്കെ ഉള്ള തൂണുകൾ കെട്ടി വെച്ചിരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആണ് ഈ അപകടത്തിന്റെ ഒരു വ്യാപ്തി കൂടിയത്. ഒപ്പം ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടയിലും അതിന്റെ ഇടിഞ്ഞിരുന്ന മണ്ണിന്റെ ഒരു ഭാഗം വീണ്ടും ആ സ്ഥലത്തേക്ക് തന്നെ ഇടിഞ്ഞു വീണത് രക്ഷാപ്രവർത്തകർക്കും അവരുടെ ജീവനും ഭീഷണിയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നു. എന്തായാലും വലിയ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. കാരണം ഇത്ര അധികം മണ്ണ് ഇങ്ങനെ തൂക്കായി എടുത്താൽ അത് താഴേക്ക് വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഒപ്പം ഈ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി തന്നെ വലിയ മഴ കോഴിക്കോട് ഭാഗത്ത് പെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ കാലവർഷമൊക്കെ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ മണ്ണിലേക്ക് കൂടുതൽ വെള്ളം ഒഴുകി ഇറങ്ങുന്ന സാഹചര്യത്തിൽ ഇത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതകൾ ഏറെയാണ് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടിയിരുന്നു. താഴ്ഭാഗത്ത് അംഗൻവാടി അടക്കമുള്ള ചില സ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് വീടുകളും സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ്. അതുകൊണ്ട് ആ വീടുകളിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ വീടുകൾ നിലനിൽക്കുന്ന സ്ഥലത്തെ ആളുകളുടെ ജീവന് വലിയ തോതിൽ ഭീഷണിയാവും. ഒപ്പം ആ വഴിയിലേക്ക് മണ്ണിടിഞ്ഞു വീഴുമ്പോൾ ആ വഴി പൂർണ്ണമായും അതിൽ നടന്നു പോകാൻ പോലും കഴിയാത്തൊരു സാഹചര്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് നാട്ടുകാർ പരാതിയായി ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ഇതൊന്നും കാര്യമായി വകവെച്ചില്ല. നിർമ്മാണം നടത്തിയിരുന്ന കമ്പനി അല്ലെങ്കിൽ ഈ സ്ഥലത്ത് നിർമ്മാണം നടത്തുന്ന ആളുകൾ ഈ പരാതികളെ പൂർണ്ണമായും അവഗണിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം തന്നെയായിരുന്നു. എന്തായാലും ഇത്തരം നടപടികൾ കൃത്യമായി എടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു തൊഴിലാളിയുടെ വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു.
അതാണ് സാഹചര്യം. എന്തായാലും ഒരാൾ മരണപ്പെട്ടു, അയാളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി.